ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. സിനിമ ഇന്നലെ കണ്ടതാണ്, മദിരാശി. പിന്നെ വള്ളംകളികളൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. SK തുപ്പാക്കി പൊടി എന്ന് വിജയ് പറഞ്ഞിട്ടാണ് ഗോട്ടിൽ. ഒരു കാര്യമില്ല. വിജയ്, ദളപതി ദളപതി. ഈവൻ രജനീകാന്തിനെക്കാളും സ്റ്റാർഡം വിജയ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനേക്കാളും റെമൻഡേഷൻ വിജയ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഹീ സംതിങ് എൽസ്. അത് വെറുതെ ശിവകാർത്തികേയനോട് തുപ്പാക്കി പിടിക്കുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പടം കണ്ടപ്പോൾ മനസ്സിലായി. ഒന്നാമത്തെ കേരളത്തിൽ ആളില്ല, ക്രൗഡില്ല. ഈവൻ സൂര്യ ശിവകുമാറിൻ്റെ പടത്തിന്, നമ്മൾ നടിപ്പിണ്ണായകൻ്റെ പടത്തിനും വലിയ ആളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ ലാലേട്ടൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ക്രേസുള്ള നടൻ എന്ന് പറയുന്നത് വിജയാണ്. പുള്ളി അഭിനയം നിർത്തി എന്നുള്ളത് വേറെ കാര്യം, രാഷ്ട്രീയത്തിലേക്ക് പോവാണ്. ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം, തുപ്പാക്കി പൊടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമൊന്നുമില്ല. കാരണം ഒരു അത്രയും മോശം സ്റ്റോറി ത്രെഡുള്ള, പ്ലോട്ടുള്ള, ക്ലീഷേഡായിട്ടുള്ള സിനിമകൾ പോലും വിജയുടെ സിനിമകൾ കളക്ട് ചെയ്യാറുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ. അപ്പോൾ അവിടെയാണ് ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത്. അതാണ് വാട്ട് സ്റ്റാർഡം. എത്ര മോശം സിനിമയെ കഴിഞ്ഞാലും ബാങ്കബിളാണ്. അത് ബേസിക് ആയിട്ട് ആൾക്കാർ കാര്യം കണ്ട് പൈസ കിട്ടും പ്രൊഡ്യൂസർക്ക്. അതാണ് പ്യുവർ സ്റ്റാർഡം എന്ന് പറയുന്നത്. അത് ദാറ്റ്സ് വിജയ്. ഞാൻ വിജയെ കുറിച്ച് പറയാൻ കാരണം, ഈ ശിവകാർത്തികനെ അങ്ങ് പിടിച്ചിട്ട് അടുത്ത മറ്റേ നെഞ്ചിൽ കുടിയിരിക്കും നൻപർ നൻപി മറ്റേ കുട്ടികളെയും വെച്ചിട്ടുള്ള പരിപാടി ഇദ്ദേഹത്തെ കൊണ്ട് പിടിപ്പിക്കുക നോക്കിയിട്ട് കാര്യമില്ല. കാരണം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, ഇദ്ദേഹത്തിന് ആരും ഓറയില്ല, ആരും സാഗില്ല. ഇദ്ദേഹം ഡാൻസ് കളിക്കുന്നത് മറ്റേ സജീനെ കുറിച്ച് പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്തിട്ടങ്ങ് മാനയാവണില്ല. ഇദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കണ്ടുള്ള, ഞാൻ പോസിറ്റീവ് കണ്ടുള്ള. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് ഒരു 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 ശോഷിപ്പ്, അങ്ങോട്ട് ഒരു സുഖമില്ല. പുള്ളിയുടെ അമരനൊക്കെ നല്ല സിനിമയാണ്, അതിൽ പോലെ എനിക്ക് ആ ഒരു തുപ്പാക്കി കണ്ടൊരു സാധനം കിട്ടിയിട്ടില്ല. ഇദ്ദേഹം ഒരു ഇതായിട്ട് നല്ല കിടം പടമാണ് അമരൻ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ തുപ്പാക്കി കൈമാറിയിടൊന്നും കാര്യമില്ല. അത് രജനീകാന്ത് പണ്ടുണ്ട്, കൂടവേ പുറന്തത് എന്നേക്കും പോകാതെ. ഓറ എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ഇൻബിൽറ്റായിട്ട് കിട്ടുന്ന സാധനമാണ്. അത് നമ്മുടെ കൂടവേ പുറந்த സാധനമാണ്. അത് ആര് ക്യാമറ വെച്ചിട്ടും കാര്യമില്ല. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പറയണം. AR മുരുകദോസ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുള്ള സിനിമകൾ ഇദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. ഞാൻ ലോകിക്കൊക്കെ മുമ്പേ, നമ്മൾ ലൊക്കേഷനൊക്കെ മുൻപേ അഡിക്റ്റഡാണ്. ഗജനി, തുപ്പാക്കി, കത്തി, അനീവൻ, രമണ മുതൽ ഇങ്ങോട്ട് എല്ലാ പടങ്ങളും, ദീന. പക്ഷേ ലാസ്റ്റ് പടങ്ങൾ അറിയാലോ, ദർബാർ, സർക്കാർ, പിന്നെ സൽമാൻ ഖാൻ്റെ മറ്റേ പടം സിക്കത്തനാന്ന് തോന്നുന്നു, ഭയങ്കര മോശം. സ്പൈഡർ വരെ പിന്നെയും കുറേ HS സൂര്യൻ്റെ ഒക്കെ നമ്മൾ കണ്ട് രസിച്ചിട്ടുള്ളതാണ്. പുള്ളിക്ക് ടെക്നിക്കലി ഹീ സ്റ്റിൽ ഗുഡ്. പടം പിടിക്കാൻ പുള്ളിക്ക് അറിയാലോ, ലെജൻഡറി ഡയറക്ടർ. പക്ഷേ ഈ സ്റ്റോറിയും പരിപാടിയൊക്കെ ഭയങ്കര ഒരു 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 ഇതിൽ അറിയാലോ. SK ആണ് നായകൻ, ശിവകാർത്തികൻ. വിദ്യുത് ജമാൽ ഓൾറെഡി തുപ്പാക്കി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ പുള്ളിയാണ്, AR മുരുകദോസാണ്. വിദ്യുത് ജമാൽ വെപ്പ് കടയൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ മലയാളത്തിൽ ബിജു മേനോൻ ഉണ്ട്. ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ നായിക രുക്മിണി വാസന്ത് എനിക്ക് തീരെ ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. ഒരു സുഖമില്ല, കെമിസ്ട്രി എന്ന് വർക്കായിട്ടും ഒരു അപ്പീലിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല. രുക്മിണി വാസന്തിനെ മറ്റേ യാഷിൻ്റെ ടോക്സിക്കിൽ എടുത്തിട്ടുണ്ട്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത സിനിമ യാഷിൻ്റെ ടോക്സിക്. അതിൽ ദീപികനെ പുറത്താക്കിയിട്ടാണ് രുക്മിണി എടുത്തേക്കുന്നത്. ഇപ്പോൾ വരുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാഷ് ഗീതു മോഹൻദാസിനെ ചവിട്ടി പുറത്താക്കാൻ നോക്കുന്നുള്ള രീതിയിലുള്ള ന്യൂസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇറ്റ് ഹാപ്പൻസ്. അത് പക്ഷേ പാരലായിട്ട് കന്നഡയിൽ കൂടെ വേണ്ടി ചെയ്യുന്നൊക്കെയാണുള്ള ന്യൂസ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പടം ടെക്നിക്കലി കൊള്ളാം. പിന്നെ അനിരുദ്ധ് ഒട്ടുക്കത്തെ ബീജിയം നമ്മൾ അറ്റ്മോസിലിട്ട് പട്ടപ്പിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ടൈറ്റിൽ കാർഡ് മുതൽ എൻ്റെ പൊന്നെ വിദ്യുത് ജമാലിനൊക്കെ കൊടുത്തിരിക്കുന്ന സ്കോർ. വിദ്യുത് ജമാൽ ഇതിൽ കോമഡി പീസായിട്ടാണ് ഫസ്റ്റ് ഹാഫിലൊക്കെ കാണിച്ചേക്കുന്നത്, വെറും കോമഡി പീസായിട്ട്. പക്ഷേ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ വിദ്യുതിന് കൊടുത്തിരിക്കുന്ന സ്കോറ്, SKക്ക് കൊടുത്തിരിക്കുന്ന സ്കോറ്, ഈവൻ ബിജു മേന് കൊടുത്തിരിക്കുന്ന സ്കോറ്, യു ആർ ദ മാൻ. അറ്റ്മോസിൽ
ഞാൻ പേഴ്സണലി ഐ എം സാറ്റിസ്ഫൈഡ്. അനിയുടെ സ്കോർ കേട്ടതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കൊടുത്ത പൈസക്കുള്ള മുതൽ ആ സ്കോറിലുണ്ട്. അതുപോലത്തെ പൊളി. അനി യോ ദ മാൻ, ഐ റിപ്പീറ്റ്, അനി യോ ദ മാൻ. അതുപോലത്തെ സ്കോർ. പിന്നെ ഫൈറ്റ് കൊറിയോഗ്രാഫി കെവിൻ കുമാറാണ് ഫൈറ്റ് കൊറിയോഗ്രാഫി, ഒരു രക്ഷയില്ല. പിന്നെ വിദ്യു ജമാലിനൊക്കെ കൈകിട്ടി അറിയാലോ. സുദീപ് എളമോനാണ് DOP ചെയ്തിരിക്കുന്നത്. നൈറ്റ് ഷോട്ട്സ് ഒക്കെ നൈസായിരുന്നു, കിടുവർക്കാം. പുള്ളി ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ആളാണ്. അയ്യപ്പനും കോച്ചിയെ ചെയ്തിട്ടുള്ള, ജനഗണമനയൊക്കെ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ് സുദീപ് എളമോൻ. പിന്നെ വെറ്ററൻ ആയിട്ടുള്ള എഡിറ്റർ ശ്രീകർ പ്രസാദ്. ഇപ്പം ടീമൊക്കെ ഉണ്ട്. അതായത് മുരുകദോസ് അറിഞ്ഞ് പണിയിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ക്ലീശേ കഥ. അതാണ് ഇതിൽ പറ്റിയത്. ഒന്നുമില്ല. കുറേ ഗണ്ണിൻ്റെ പരിപാടി, ഗൺ ഡിസ്ട്രിബ്യൂഷൻ പരിപാടി. പിന്നെ ശിവകാർത്തികൻ മറ്റേ ഒരു ഹാലൂസിനേറ്റഡ് അങ്ങനത്തെ ഒരു ഡെലൂഷണൽ ആയിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഒരു മറ്റേ ആനവാൽ മോതിരത്തിൽ ശ്രീനിവാസനെ പോലെ മരിക്കാൻ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഗൺ ട്രാഫിക്കിങ്ങും മറ്റേ പരിപാടിയും ഒക്കെ വെച്ചിട്ട് വിദ്യു ജമാൽ വില്ലൻ അങ്ങനെ സെറ്റപ്പാണ്. ബിജു മേനോൻ ഈ റോൾ കേക്ക് പോക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ റേഞ്ച് നമുക്കറിയാലോ, അന്യ നടനാണ്. പുള്ളീനെ ഡബ് ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. തമിഴ് ആണെങ്കിലും പുള്ളി പറയുന്നത്. പിന്നെ വിജയുടെ അനിയുണ്ട് ഇതിൻ്റെ അകത്ത്, വിക്രാന്ത്, ബിജുമൻ്റെ മോനായിട്ട്. പുള്ളി പോലീസ് തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സിനിമ. എനിക്ക് എന്താ വെച്ചാൽ അനിയുടെ സ്കോറും പിന്നെ ടെക്നിക്കലി ടു ഗുഡ്. പ്രത്യേകിച്ച് വിദ്യു ജമാലിൻ്റെ സീൻസും ഒരു പടപ്പിക്കലും പരിപാടി. പക്ഷേ ഒരു AR മുരുകദോസ് പടം എന്ന് പറയാനില്ല. അതായത് ഗജനി ചെയ്ത, രമണ ചെയ്ത, ധീര ചെയ്ത, കത്തി ചെയ്ത, തുപ്പാക്കി ചെയ്ത AR മുരുകദോസിൻ്റെ 7 അയലത്തില്ലതാണ്. അല്ലാതെ ഒരു സാധാരണ തമിഴ് പടം വെച്ച് നോക്കുന്ന സമയത്ത് ഒരു SKൻ്റെ കുറച്ച് പരിപാടിയും അനീൻ്റെ പെരുപ്പിക്കലും ടെക്നിക്കലി പരിപാടിയും കുറച്ച് ഫൈറ്റും ഒക്കെ വെച്ചിട്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെയാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത്. മദ്രാസി. ഒരാളെ പറയാൻ വിട്ടുപോയി, തിരക്കടാ കൊത്തലെ വില്ലൻ കണ്ണമ്പായി ഷബീർ കള്ളറിക്കൽ. പുള്ളി സെയിം അതേ ലുക്കും അതേ പരിപാടിയൊക്കെയാണ് ഇതിലും. അതായത് കണ്ണമ്പായി അറിയാലോ, മറ്റേ കൊത്തലെ ദുൽഖറിൻ്റെ സെയിം വില്ലൻ പരിപാടിയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നന്നായി ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് ദാറ്റ്. പുള്ളിക്ക് അതിനുള്ള പരിപാടിക്കുള്ള ആളുണ്ട്. പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പടം. പിന്നെ വിദ്യുതിൻ്റെ ഡയലോഗുണ്ട്, തുപ്പാക്കി ആർ കയ്യിലിരുന്നാലും വില്ലൻ നാന്താടാം. അതാണ് ലാസ്റ്റ് പൊളിച്ചിട്ടുണ്ടാകും, തകർത്തിട്ടുണ്ടാവും ആര്, വിദ്യു ജമാൽ. പിന്നെ അനി ഓൾസോ. അപ്പം അങ്ങനെ ഒരു പടം വലിയ എന്താ പറയുക, ഒരു AR മുരുകദോസ് പടം എന്ന് പറയാനുമില്ല. എന്നാലും മറ്റ് പുള്ളി എടുത്തിരിക്കുന്ന ലാസ്റ്റ് 3-4 പടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ദാൻ ദോസ് ഫിലിംസ്. സോ ദാറ്റ്സ് മദ്രാസി ഫോർ മീ.